പിന്നെ ഏത് തരം ആൾക്കാർക്കാണ് ഈ ബിസിനസ് തോട്ട് അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് മീൻസ് ഇതിനൊക്കെ ഇറങ്ങാൻ അതൊരു വാശിയും വൈരാഗ്യമല്ല വാശിയൊക്കെ വരില്ലേ, അത് ഏത് തരം ആൾക്കാർക്കാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതായത് 4 തരം മനുഷ്യന്മാരാണ് നമ്മളെ ലോകത്തുള്ളത്. അതായത് ഒന്ന് റിച്ച് പീപ്പിൾസ്, ഒന്ന് അബവ് ആവറേജ്, ഒന്ന് ആവറേജ്, ഒന്ന് ബിലോ ആവറേജ്. ഇങ്ങനെ 4 തരം ആൾക്കാരാണ്. ഈ റിച്ച് പീപ്പിൾസ് പിന്നെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഓല് എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്, എന്ത് പ്രശ്നത്തെ പെട്ടാലും അതിന് രക്ഷിക്കാൻ ആൾക്കാരുണ്ട്. ഓൾക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിക്കുക, ആഗ്രഹിച്ച പോലെ ജീവിതം ജീവിക്കുക. അതുകൊണ്ട് ഓൾക്ക് ഈ ഒരു തോട്ട് വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഉള്ളത് ഈ അബവ് ആവറേജ്. അബവ് ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു റിസ്ക്ലെസ് ലൈഫാണ്. മീൻസ് നമ്മൾ മിഡിൽ ക്ലാസ് എന്നൊക്കെ പറയില്ലേ, ഒരു കറലിൽ നിൽക്കുന്ന ഒരു സേഫ് സോണിലാണ്. ഈ ഒരു രീതിയിൽ തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയുക, മരണം വരെ ഈ രീതിയിൽ കുഴപ്പമില്ലാണ്ട് പോകാം. മനസ്സിലായോ? നേരെ മറിച്ച് പോലെ റിസ്ക് എടുത്തുകൊണ്ട് റിച്ച് പീപ്പിൾ അവൻ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 50% ആണ്, ചിലപ്പോൾ താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു റിസ്ക് എടുക്കാതെ ആ ഒരു ജീവിതം ജീവിച്ചു പോകുന്നത്. മീൻസ് എന്താ പറയുക, ഓരെ കൊണ്ട് പറ്റുന്ന മാത്രം ആഗ്രഹിക്കും, എന്നിട്ട് ആഗ്രഹിച്ചതൊക്കെ നേടിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണത്. ഇനി ബിലോ ആവറേജ്. ഈ ബിലോ ആവറേജ് എന്ന് പറഞ്ഞാൽ മീൻസ് ഈ റിച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ്. കാരണം ഓൾക്ക് പൈസ ഉണ്ടാക്കേണ്ട എങ്ങനെ അറിയില്ല, ഉണ്ടാക്കിയാൽ തന്നെ എങ്ങനെയാണ് ചിലവാക്കേണ്ടതെന്ന് അറിയില്ല. മീൻസ് ഓൾക്ക് എന്താ പറയുക, കാരണം ഓൾക്ക് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ, ഇവരെ ലൈഫ് പോലും അറിയില്ല. മീൻസ് പൈസ ഉണ്ടാക്കിയാൽ എങ്ങനെയാണ് ജീവിക്കുക എന്ന് പോലും ഓൾക്ക് അറിയില്ല. അത് ഓല ജീവിതം ഓല തന്നെ അക്സെപ്റ്റ് ചെയ്ത പോലത്തെ ഒരു സംഭവമാണ്. മനസ്സിലായോ? ഇതിൻ്റെ രണ്ടിൻ്റെ അടിയിൽ അതൊരു ആവറേജ്. ഈ ആവറേജ് എന്നാണ് ശരിക്കും ഒരു ബിസിനസ് മാൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ ഒരു വാശിയും നമുക്ക് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ കാണുന്നുണ്ട് എങ്ങനെയാണ് ഒരു ബിലോ ആവറേജ് ജീവിക്കുന്നത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ റിച്ച് പീപ്പിൾസ് എങ്ങനെ ജീവിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊരു ചോയ്സാണ് ഏത് ചൂസ് ചെയ്യണം, ഏത് ജീവിതം ജീവിക്കണം എന്നുള്ളൊരു ചോയ്സാണ്. മനസ്സിലായോ? പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറലിൽ നിൽക്കുന്ന ഒരു സേഫ് സോണിലല്ല. മീൻസ് സേഫ് സോണിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അബവ് ആവറേജ് ആയി. സേഫ് സോണിലല്ല, നമ്മളൊരു കുടുംബനാഥനോ മരണപ്പെടുക അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ ഒരു സംഭവം നടക്കുകയാണ്, നമ്മുടെ ഫാമിലി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ബിലോ ആവറേജൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പേടിയുണ്ട്. ആ ഒരു പേടി, ഈ വാശിയൊക്കെയാണ് നമ്മളെ പറഞ്ഞ റിച്ച് പീപ്പിൾസ്ക്ക് എത്തിക്കാനുള്ള, അതായത് ഈ ബിസിനസ് മാൻ അല്ലെങ്കിൽ ഒരു തോട്ടൊക്കെ വരാനുള്ള കാരണം. മനസ്സിലായോ? ഈ എന്താ പറയുക, ഓർക്ക് ഓപ്ഷനാണ്. കാരണം ഓർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അബവ് ആവറേജിന് നഷ്ടപ്പെടാണ്ട്, ഒരു സേഫ് സോൺ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഇവർ ചോയ്സാണ്. ഈ പറഞ്ഞ അബവ് ആവറേജ് പോകണം, റിച്ച് പീപ്പിൾ ആവണം എന്നൊക്കെയുള്ളൊരു ചോയ്സാണ്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങളൊരു അഭിപ്രായം പറയുക, കമൻറ്റ് ഇടുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.